ട്രംപിന് ഭീഷണിയുയർത്തി ചൈനയുടെ ലാറ്റിൻ അമേരിക്കൻ ബന്ധം. ലാറ്റിൻ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ സ്വാധീനം കുറച്ചൊന്നുമല്ല അമേരിക്കയുടെ സമാധാനത്തിന് മേൽ വിള്ളൽ വീഴ്ത്തുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ ആൻഡിയൻ കമ്മ്യൂണിറ്റി ചൈനയെ ഒരു നിരീക്ഷക രാജ്യമായി അംഗീകരിക്കുകയുണ്ടായി. ഇത് ചൈനയുടെ ലാറ്റിൻ അമേരിക്കയിൽ വളരുന്ന സ്ഥാപനപരമായ സ്വാധീനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ നീക്കം കേവലം ഒരു ചടങ്ങ് എന്നതിലുപരി സ്വയംഭരണം, വികസനം, ആഗോള പ്രാധാന്യം എന്നിവയ്ക്കായുള്ള ലാറ്റിൻ അമേരിക്കയുടെ അന്വേഷണത്തിൽ ചൈന ഒരു ഒഴിച്ചുകൂടാനാവാത്ത പങ്കാളിയായി മാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. 1990-കൾ മുതൽ ചൈന ലാറ്റിൻ അമേരിക്കയിലെ പ്രാദേശിക കൂട്ടായ്മകളെ അതിന്റെ നയതന്ത്രത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. ആൻഡിയൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ 9 ലാറ്റിൻ അമേരിക്കൻ സംഘടനകളിൽ ചൈനയ്ക്ക് ഇപ്പോൾ അംഗത്വമോ നിരീക്ഷക പദവിയോ ഉണ്ട്. ഇത് അജണ്ടകളും വ്യാപാര മാനദണ്ഡങ്ങളും വികസന മുൻഗണനകളും അകത്തുനിന്ന് രൂപപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് വ്യക്തമായ ശബ്ദം നൽകുന്നു. ചൈന കമ്മ്യൂണിറ്റി ഓഫ് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ സ്റ്റേറ്റ്സ് ഫോറമാണ് ഈ സഹകരണത്തിന്റെ കേന്ദ്രബിന്ദു. പാശ്ചാത്യ ശക്തികൾക്ക് ഒരു ബദലായി സഹകരണത്തിലും ഇടപെടലില്ലാത്ത സമീപനത്തിലും മുന്നിയ ഒരു പങ്കാളിയായി സ്വയം ഉയർത്തിക്കാട്ടാൻ ചൈന ശ്രമിക്കുന്നു. ലാറ്റിൻ അമേരിക്കയെ ചൈന വെറും അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായോ കയറ്റുമതി ലക്ഷ്യസ്ഥാനമായോ അല്ല കാണുന്നത്. ദക്ഷിണ പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ മാതൃക പരീക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ടാണ് ചൈന ഈ മേഖലയെ കാണുന്നത്. ലാറ്റിൻ അമേരിക്കയുടെ ആകർഷണം അതിന്റെ കമ്പോളങ്ങളിലോ ധാതു സമ്പത്തിലോ മാത്രം ഒതുങ്ങുന്നില്ല. യൂറോപ്പുമായുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ, അമേരിക്കയോടുള്ള ആശ്രിതത്വം, തന്ത്രപരമായ സ്വയംഭരണത്തിനായുള്ള വർദ്ധിച്ചുവരുന്ന ആഗ്രഹം എന്നിവയാൽ ഈ മേഖല വേർതിരിക്കപ്പെടുന്നു. ട്രംപ് ഭരണകൂടം മൺട്രോ ഡോക്ട്രിൻ പുനരുജ്ജീവിപ്പിച്ചത് ചൈന പോലുള്ള എതിരാളികളെ അതിന്റെ മൂക്കിൻ തുമ്പിൽ സ്വാധീനം നേടുന്നതിൽ നിന്ന് തടയാനുള്ള അമേരിക്കയുടെ ശ്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സുരക്ഷാ താൽപര്യങ്ങളുമായി യോജിക്കാൻ ലാറ്റിൻ അമേരിക്കൻ സർക്കാരുകൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചു. ചൈനയുടെ വിജയം നയതന്ത്ര നീക്കങ്ങളെ പാശ്ചാത്യ എതിരാളികളെക്കാൾ വേഗത്തിൽ കൃത്യമായ പദ്ധതികളായി മാറ്റാനുള്ള കഴിവിൽ അധിഷ്ഠിതമാണ്. വേഗത്തിലുള്ള ധനസഹായം, പരിമിതമായ വ്യവസ്ഥകൾ, വ്യക്തമായ ഫലങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചൈനയുടെ മാതൃക പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളുമായി കൂടുതൽ യോജിക്കുന്നവയാണ്. ചൈന നിലവിൽ ലാറ്റിൻ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. 2024 ഉഭയകക്ഷി വ്യാപാരം $520 ബില്യൺ ബ്രസീൽ, ചിലി, പെറു, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. ചൈനയെ തടയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലമുണ്ടാക്കിയത്. അമേരിക്കൻ സൗഹൃദ സർക്കാരുകളെ പോലും കൂടുതൽ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. ചൈനയുടെ താരിഫ് കുറയ്ക്കുന്നതും സ്വതന്ത്ര വ്യാപാര കരാറുകൾ വികസിപ്പിക്കുന്നതും പ്രവചനാതീതത്വം നൽകുന്നതുമായ സമീപനം ചൈനയെ അമേരിക്കയുടെ സ്ഥിരതയുള്ള പങ്കാളിയായി സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. ചൈന ഇപ്പോൾ അമേരിക്കയ്ക്ക് ഓപ്ഷനുകൾ നൽകുകയാണ്. ഈ ഓപ്ഷനുകൾ ഒരു സ്വാധീന ശക്തിയായാണ് വർദ്ധിക്കുന്നത്. ചൈനയുടെ ആൻഡിയൻ കമ്മ്യൂണിറ്റിയിലെ പുതിയ പങ്ക്, ലാറ്റിൻ അമേരിക്കൻ സ്ഥാപനങ്ങളുടെ ആന്തരിക കാര്യങ്ങളിൽ ചൈനയുടെ പങ്കാളിത്തം സാധാരണ നിലയിലാക്കുന്നതിന്റെ പ്രതീകമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആൻഡിയൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം പങ്കാളികളുമായി ഇടപഴകാൻ കഴിവുള്ള സ്വയം ഭരണാധികാരമുള്ള രാജ്യങ്ങളായി സ്വയം ഉറപ്പിക്കാനുള്ള ആഗ്രഹത്തിന്റെ ഭാഗമാണിത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.